ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത പാർട്ട് 2 അല്ലേ? പാർട്ട് 1 അല്ലേ 2 കഴിഞ്ഞത്? 1ഉം 2ഉം കഴിഞ്ഞു. ആദ്യം ആ ഇൻട്രൊഡ്യൂസ് മാത്രമേ ഉണ്ടായുള്ളൂ. ശരിക്കും 1 കഴിഞ്ഞിട്ട് അതെ, 2 പെട്ടെന്ന് കഴിയും. പെട്ടെന്ന് അധികം അങ്ങട് ലോങ് ആയിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വന്നിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. ഉറക്കം വരുന്നുണ്ട്. ഉറക്കക്ഷീണമുണ്ട്. പുലർച്ചെത്തല്ലേ? 3:30 ഇരിക്കുമല്ലോ, 4 മണിക്ക് പോകും അല്ലേ? 3:30 എഴുന്നേറ്റാണ്. 3:30 എണീറ്റിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ട് വരാല്ലേ. 4 മണി. അപ്പോൾ ഒത്തിരി ഉറക്കക്ഷീണമൊക്കെയാണ്. ഇപ്പൊ പിന്നെ ഓവർ ടൈം ഇല്ലാത്ത കാരണം നേരമുണ്ട്. ഇത്രയും നാൾ ഓവർ ടൈം ഓവർ ടൈം ഒന്നുമില്ല. കുറേ നോമ്പ് തുടങ്ങി ഓവർ ടൈം ഇല്ലല്ലോ അല്ലേ? നോമ്പ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഓവർ ടൈം ഇല്ല. അതുവരെ ഓവർ ടൈം ഉണ്ടാവും. അപ്പോൾ വൈകുമായിരുന്നു വരാൻ. ഓവർ ടൈം ഇല്ല. ഓവർ ടൈം തന്നെ പാട്ട്. ഇവിടെ യുദ്ധം കാരണം ചോദ്യങ്ങൾക്ക് ശമ്പളവും ഇല്ല. നമുക്ക് കിട്ടുന്നുണ്ട് ഇന്നേ വരെ. നാളത്തെ കാര്യം അറിയാൻ പറ്റില്ല. ജോലി ഇല്ല. ഞങ്ങളെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ ശമ്പളം കൊടുത്തിട്ടില്ല. അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ വിഷമം. വിസടിച്ചിട്ടില്ല, ശമ്പളവും ഇല്ല, ഓവർ ടൈമും ഇല്ലെങ്കിൽ പണിയായില്ലേ. എന്താ ദൈവം ഉണ്ടല്ലോ അല്ലേ? എന്തിനും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് ഒരു തലവേദന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഉറക്കത്തിന് ഉറങ്ങിയിട്ടില്ല, അതാണ്. പിന്നെന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോകണ്ട, ഇവിടെ പോകണം. ഇന്നലെ പോയി ഇല്ലേ സൂപ്പർ മാർക്കറ്റ്. അതിനെങ്ങനെയാണ് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഇവിടെ നമ്മൾ 10 മണിക്ക് എത്തി. 5 മിനിറ്റ് ഷയറ്. ഇപ്പൊ എനിക്ക് പേടിയാണ് പുറത്തിറങ്ങാൻ. അതിന്റെ ചീളൊക്കെ വല്ല വണ്ടിയിലൊക്കെ ഉപയോഗിച്ച് അതിന്റെ ആവശ്യങ്ങളുടെ കാറിമേൽക്ക് വീണിട്ട് എന്തോ അപകടം പറ്റിയിട്ടില്ലേ? മരിച്ചോന്ന് അറിയില്ല, ഒന്നും അറിയത്തില്ല. നമുക്കൊന്നും അറിയത്തില്ല എന്താണെന്ന്. എനിക്കതിന് പുറത്തിറങ്ങാൻ പേടിയാണ്. ദൈവമേ, വന്നത് നന്നായി സൂപ്പർ മാർക്കറ്റിൽ. എന്നാലോ ഇവിടെ ഇരുന്നിരുന്ന് എനിക്ക് ബോറടിക്കുമ്പോ ഈ വെള്ളി ശനി മാത്രമേ ഇറങ്ങണുള്ളൂ. അതുണ്ട് അത് ഈ ഫയറും കാരണം കുറഞ്ഞു. ഇപ്പൊ യുദ്ധം കൂടുതലുണ്ടല്ലോ ഇവിടെ. കുറവൊന്നും അറിയിക്കണില്ല. അങ്ങനെ ദൈവം മാറി കിട്ടിയാ മതി അതൊക്കെ ഒന്ന് യുദ്ധം. പിന്നെ എന്താണ് അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറിയുടെ ഭാഗങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ ആൻഡമാനിൽ ചെന്നിട്ട് ഉണ്ടായ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ആൻഡമാനിലെ വിശേഷങ്ങളൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആൻഡമാനിൽ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് അധികം ആൻഡമാനെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ. കാരണം വെച്ചാൽ ആൻഡമാനെ കുറിച്ച് ഒരുവിധ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ചെല്ലുന്ന എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തമ്മിൽ ഒരുപാട് ഒത്തിരി വ്യത്യാസം. കല്യാണത്തിന് മുമ്പാണ്. 10-16-17 വയസ്സിലൊക്കെ ആയിരുന്നല്ലേ. വർഷം എത്ര ഇപ്പൊ എന്തോരം പുരോഗമിച്ചിട്ടുണ്ടാവും ഇവിടെ. ആകെ വ്യത്യാസമായിട്ടോ. ചേട്ടൻ കല്യാണം പറഞ്ഞ എന്റെ പന്തിരി കൊണ്ടുപോകാന്ന് അറിയുന്നില്ല. ഒരു ദിവസം പോകണം അല്ലേ? എന്റെ മനസ്സിൽ പോവാം നമുക്ക്. ഏതെങ്കിലും യോഗം ഉണ്ടെങ്കിൽ അത്രയും പറയാൻ പറ്റുള്ളൂ ഇപ്പൊ. അല്ല, വേണമെന്ന് വിചാരിച്ചൊക്കെ നടക്കും. പക്ഷെ വേണമെന്ന് വിചാരിക്കണില്ല. അതെവിടേക്ക് എത്താനൊരു യോഗം ഉണ്ട്. വിചാരിച്ചിട്ടും കാര്യമില്ല. ഇപ്പൊ എന്നെ ചേട്ടൻ എന്ന് തുടങ്ങി ഗൾഫിൽ കൊണ്ടുവരുന്ന പറഞ്ഞാണ്. കൊറോണക്ക് വിസെടുത്ത്. കൊറോണക്ക് മുമ്പ് വിസെടുത്ത് ഇപ്പൊ കൊറോണ തുടങ്ങി. നമുക്കറിയില്ലായിരുന്നു. കംപ്ലീറ്റ് ബ്ലോക്ക് ആയില്ല അങ്ങനെ തന്നെ. അപ്പൊ യോഗം ഇപ്പോഴായിരിക്കും. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യം. ഒരു യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ ഒരു യോഗം ഉണ്ടാവും എന്ന് വിചാരിക്കാം. പോണം, എന്തായാലും ഒരു ദിവസം പോകണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡമാനിൽ നല്ല രസമുള്ള സ്ഥലമാണ് കാണാനൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പൊ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. പണ്ട് എന്തിട്ടൊന്നുമില്ല. പിന്നെ ടൂറിസ്റ്റൊക്കെ പോകുന്നുണ്ട് എല്ലാവരും. പണ്ടൊക്കെ പാക്കേജ് ഒക്കെ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന്.
ഷിപ്പ് യാത്ര അതിൻ്റെ മെയിനായിട്ട്. ഷിപ്പ് യാത്ര ഇപ്പൊ പ്ലെയിൻ ഉണ്ട്. അന്നുണ്ട് പ്ലെയിൻ. മദ്രാസിൽ നിന്ന് കൽക്കട്ടയിൽ നിന്നും. കൽക്കട്ട ഇപ്പൊ നെടുമ്പാശ്ശേരിയൊന്നുമില്ലേ? നെടുമ്പാശ്ശേരി ഉണ്ടാവില്ല. നെടുമ്പാശ്ശേരി ഇല്ല എന്നാണ് തോന്നുന്നത്. അത് മദ്രാസിൽ നിന്നാണ്. എനിക്കറിയില്ല കറക്റ്റായിട്ട് കേട്ടോ. ഫ്ലൈറ്റ് എവിടെ നിന്നൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. മദ്രാസിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അന്നുണ്ടായത് മദ്രാസിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും. ഷിപ്പും അങ്ങനെ തന്നെ കൽക്കട്ടയിൽ നിന്നും എല്ലായിടത്തേക്കും ഉണ്ടെന്നാണ്. മദ്രാസിൽ നിന്നായിരുന്നു അന്നൊക്കെ. എന്നിട്ട് ഒരു പെട്രോൾ പമ്പുള്ളൂ അവിടെ, ഒരൊറ്റ പെട്രോൾ പമ്പുള്ളൂ. ഇപ്പം എത്ര ഉണ്ടെന്ന് അറിയില്ല. നമ്മളെ നാട് തന്നെ പുരോഗമിച്ചിട്ടില്ലേ? ഇപ്പൊ ചേട്ടൻ വർഷത്തിൽ വരുന്ന പോലെയാണ്. ചേട്ടൻ പറയൂലേ ഈ വർഷം ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ റോഡൊക്കെ മാറിയിട്ടുണ്ടാവും. റോഡൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ വലിയ പാലങ്ങളൊക്കെ വന്നപ്പോൾ റോഡൊക്കെ തന്നെ മാറി. ഞാൻ ഒന്ന് പറഞ്ഞത് ഇത്തിരി ഇമോഷണലൊക്കെ ആയിട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അന്ന് ഉണ്ടായത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ആൻഡമാനിൽ ചെന്നു. അവിടെ ജോലിക്ക് വന്ന് അപ്പം തന്നെ വന്നപ്പോൾ തന്നെ ലെറ്റർ അയച്ചു, നാട്ടിലേക്ക് ലെറ്റർ അയച്ചു. എനിക്ക് ലെറ്ററിൻ്റെ മറുപടി ഒന്നും വരുന്നുണ്ടായില്ല. ലെറ്ററിൻ്റെ മറുപടി ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് അവന് മറുപടി വന്നു. അവന് രണ്ടാമത്തെ മറുപടി വന്നു. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ള തമിഴന്മാർക്ക് അവർ നാട്ടിൽ നിന്ന് ലെറ്റർ വരുന്നു പോണു. എനിക്ക് മാത്രം ലെറ്റർ വരില്ല, ഒന്നും വരില്ലാത്ത അങ്ങനത്തെ ഭയങ്കര ടെൻഷനില്ല. എന്ത് പറ്റി എൻ്റെ വീട്ടിലെന്നുള്ള ചിന്തക്കായി എനിക്കട്ടെ. എന്ത് പറ്റി, എന്നെ മറന്നു എൻ്റെ വീട്ടുകാർ എന്നുള്ളതൊക്കെ വന്നു. അങ്ങോട്ട് പോകുന്നു, എന്ത് പറ്റിയ ഞാൻ പിന്നെ ഓർത്ത് ഞാൻ അയച്ച എഴുത്ത് ഇങ്ങോട്ട് കിട്ടിയില്ലേ. അതും എനിക്ക് ടെൻഷൻ. അയ്യോ എൻ്റെ എഴുത്ത് നാട്ടിൽ കിട്ടിയില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എഴുത്തയച്ചിട്ടാ. എഴുത്തെഴുതി ഞാൻ വീണ്ടും വീട്ടിലേക്ക്. ഇപ്പം ഞാൻ അയച്ച ലെറ്റർ കിട്ടാനിട്ടാണോ, എൻ്റെ ഇവിടുത്തെ അഡ്രസ്സ് അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ലെറ്ററൊക്കെ അയച്ചു. അപ്പം എൻ്റെ ചിന്താഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റർ നാട്ടിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നാട്ടിൽ കിട്ടാത്തതിൻ്റെ ഒന്നല്ലായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലെൻ്റെ ലെറ്ററൊക്കെ കിട്ടി. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന ഒരു എഴുത്ത് എനിക്ക് ഏകദേശം ഒരു മാസമൊക്കെ കഴിയുന്നുണ്ട്. അപ്പം എനിക്ക് എഴുത്ത് വരുമ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഞാനപ്പോൾ ഇവിടെ ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഒരു ലെറ്റർ കിട്ടിയാൽ എനിക്ക് ആ ലെറ്റർ മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഞാൻ ലെറ്റർ വായിച്ചുകൊണ്ടിരിക്കില്ല, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക, എല്ലാം ഔട്ടായി, മൈൻഡൊക്കെ ഔട്ടായി പോയി. എൻ്റെ അങ്ങനെ തൊണ്ടൊക്കെ വണ്ണം വെച്ചു. വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു ലെറ്റർ വായിച്ചു വന്നത്. വായിച്ചു വേറെ ഒന്നുമല്ല, എനിക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്ക് എഴുത്ത് കിട്ടുന്നത് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അച്ഛൻ മരിച്ചെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് എഴുത്ത് കിട്ടുന്നത്. ഞാനങ്ങ് ഷോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അച്ഛന് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയ പ്രായത്തിൻ്റെ അച്ഛന് പ്രായം ഉണ്ടായിരുന്നു. പ്രായത്തിൻ്റെ ഒരു ഇതും അതുപോലെ തന്നെ ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വലിയൊരു അസുഖം ഒന്നും പറയാനായിട്ടില്ല എന്തായാലും. അപ്പോൾ എനിക്ക് എഴുത്ത് കിട്ടുന്ന അച്ഛൻ മരിച്ചെന്നുള്ള എഴുത്താണ് എനിക്ക് കിട്ടുന്നത്. ഞാനപ്പോൾ ആകെ അറിയാമല്ലോ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അധികം പ്രായമൊന്നുമില്ല, ചെറിയ പ്രായമാണ്. ഇന്ന് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ട് നടക്കുന്ന പ്രായമൊക്കെയാണ്. അന്നേരത്തെ അച്ഛൻ മരിക്കുക, അതും എവിടെ ആൻഡമാനിൽ കിടക്കണം. ഞാൻ നമ്മളുടെ ബന്ധക്കാരോ ആരുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരനും അയാൾ സുഹൃത്തും മാത്രമേ ഉള്ളൂ. അവരൊക്കെ എന്നെ ഒരുപാടൊന്ന് ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. ആ ഒരു ഷോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഇതാണ്. അങ്ങനെയൊക്കെ ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്നും വരാതിരിക്കട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർപാടെന്ന് പറഞ്ഞാൽ അത് സ്വന്തം അച്ഛനും അമ്മയൊക്കെ ആകുമ്പോഴും പ്രത്യേകിച്ച് കേട്ടോ. എല്ലാ വേർപാടും നമുക്ക് വിഷമം തരുന്നതാണ്. എങ്കിലും സ്വന്തം അച്ഛനമ്മ ആ വേർപാട് സമയത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് പറയാൻ നമുക്ക് വല്ലാത്തൊരു, അതും നമുക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു. അതിൽ പിന്നെ ഞാനങ്ങനെ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ മരണം അച്ഛൻ മനസ്സിലാക്കിയ ഒരാളായിരുന്നു. അച്ഛൻ മരിക്കും എന്നുള്ള അച്ഛനക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ അറിയിക്കാണ്ട്. അച്ഛൻ പറഞ്ഞിട്ടാണ് എന്നെ വിവരറിയിക്കാൻ. അച്ഛൻ പറയാണ് എന്നെ അറിയിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏഹ്, ഇവിടേക്ക് കുവൈറ്റ് എന്നാ പറയണത്. ഞാൻ ആൻഡമാനിലേക്ക് പോന്നു. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അച്ഛന് തീരെ വയ്യാണ്ടായി. അങ്ങനെ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ, ഓക്കെ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് ഓക്കെ അല്ലായിരുന്നു. ഓക്കെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ ലെറ്റർ അവിടെ കിട്ടുന്നത്, ഞാനിവിടുന്ന് ഫസ്റ്റ് അയച്ച ലെറ്റർ കിട്ടുന്നത് അപ്പോഴാണ്. അങ്ങനെ ചേട്ടത്തിയാണ്, മൂത്ത ചേട്ടത്തിയാണ് അത് വായിച്ച് കേൾപ്പിച്ചു കൊടുത്ത അച്ഛനാ. അച്ഛൻ അപ്പോഴത്തേനും വീട്ടിലെല്ലാവരും ചേട്ടന്മാരൊക്കെ പിന്നെ ആ നേരത്തൊക്കെ എല്ലാവരും നാട്ടിലാണ് കേട്ടോ. ബാംഗ്ലൂരത്തെ ജോലിയൊക്കെ എല്ലാം ഇത് കഴിഞ്ഞു. കാരണം അതിനിടയ്ക്ക് മൂത്ത സഹോദര കല്യാണം കഴിഞ്ഞു, ചേട്ടന്മാരെ കല്യാണം കഴിഞ്ഞു. പിന്നെ എല്ലാവരും നാട്ടിൽ തന്നെ സെറ്റിലായി. പിന്നെ അതിന് ശേഷമാണ് പിന്നെ എല്ലാവരും ഗൾഫിലേക്ക് പോകുന്നത് കേട്ടോ. എല്ലാവരും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നാട്ടിലുണ്ട്. മൂത്ത ജ്യേഷ്ഠനും പിന്നെ ഷോപ്പിൽ മാനേജറായിട്ട്, കള്ള് ഷോപ്പിൽ മാനേജറായിട്ട് ജോലി ചെയ്യാണ്. അവന് ചേട്ടനെ വിളിപ്പിക്കണം അച്ഛൻ. മാനേജറാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ചേട്ടൻ മാനേജറാണ്. ഇപ്പൊ ആളില്ല, മരണപ്പെട്ടു. മരണപ്പെട്ടു 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ചേട്ടനെ വിളിപ്പിക്കുന്ന അച്ഛൻ, അതൊക്കെ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. എന്നോട് ഒരു പറഞ്ഞതാണ് ഞാൻ നാട്ടിൽ വന്ന സമയത്തെ. ഈ എല്ലാവരും വിളിപ്പിക്കണം. അച്ഛന് അസുഖം കൂടിയ സമയത്ത് അച്ഛൻ മനസ്സിലായി, അച്ഛൻ മരിക്കാൻ പോകുന്ന അച്ഛനെ മനസ്സിലായപ്പോൾ അച്ഛൻ എല്ലാവരും വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് സുരേഷ് ഇപ്പോൾ പോയിട്ടുള്ളൂ ജോലിക്ക്, അപ്പോൾ അവനെ വിളിക്കണ്ട, എൻ്റെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഷോക്കായി എന്നുള്ളതാണ് സത്യം പറയുമ്പോൾ. അച്ഛൻ അങ്ങനെ പറയുമ്പോൾ എന്നാലും അങ്ങനെ സംഭവിക്കില്ല ആയിരുന്നു എല്ലാവരും മനസ്സിലിട്ടാ. പക്ഷെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, സുരേഷിനെ അറിയിക്കണ്ട, എൻ്റെ എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ട് സുരേഷിനെ അറിയിച്ചാൽ മതി, അവനൊരു ജോലിക്ക് ഇപ്പം പോയിട്ടല്ലേ ഉള്ളൂ, അവൻ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് അച്ഛൻ സംസാരിച്ചത്. അത് വെച്ചാൽ ഒരു പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതങ്ങനെയാണത്. കാരണം ഒരു ജോലി എന്ന് പറയുന്നത് ഒരു പിതാവിനെ സംബന്ധിച്ചാൽ കൂടുതൽ മനസ്സിലാക്കുന്നത് ഒരു പിതാവ് തന്നെ ആയിരിക്കുള്ളൂ. അതൊരു പിതാവിന് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ആ ഒരു ജോലി കിട്ടുന്നതും അത് തുടർന്ന് പോട്ടെ എന്നുള്ളതിൽ. അത് ഭാവിയാണല്ലോ, ഒരു ആളുടെ ഭാവി നിശ്ചയിക്കുന്ന ജോലിയൊക്കെ തന്നെയാണ്. അങ്ങനെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞ് എന്നെ അറിയിക്കരുത് എന്ന്. അച്ഛൻ്റെ മരണം അച്ഛൻ സ്വയം മനസ്സിലാക്കിയ എന്നുള്ളതാണ് സത്യം. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഇതായിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ആവശ്യവും കഴിഞ്ഞ് അച്ഛൻ്റെ അടിയന്തരം വരെയും കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ എനിക്ക് എഴുതുന്നത്. മോനിങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ള ആ എഴുത്താണ് ഞാൻ വായിക്കുന്നത്. ഫസ്റ്റ് കിട്ടിയ എഴുത്തതാണ്. അതാണ് ലെറ്റർ വായിക്കാൻ കാരണമൊക്കെ നമുക്കാരും മനസ്സിലാവണമല്ലോ. എന്നാ പിന്നെ അതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി എനിക്കൊരു പ്രശ്നം തന്നെ ആയിരുന്നു. എനിക്ക് രാത്രി ഉറക്കമൊന്നും കിട്ടിയിരുന്നില്ല. രാത്രി ഉറക്കം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകലൊക്കെ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ജോലി കാര്യങ്ങളൊക്കെ നമ്മൊന്നും അറിയില്ല. പക്ഷേ രാത്രിയായി കഴിയുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല, ചിന്തകളാണ്. കാരണം നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ കൊച്ചു കുട്ടിയല്ല. അപ്പം നേരത്ത് കൊച്ചു കുട്ടിയല്ല എന്നാലും എൻ്റെ വീട്ടിലിരുന്ന് വെച്ചാൽ ഞാൻ ഇളയ പുത്രനായതിൻ്റെ ഞാൻ അങ്ങനെ കൂടുതൽ ടെൻഷൻ ഒരു ഇത് അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം അല്ലാണ്ട് മറ്റുള്ള രീതി ഭക്ഷണത്തിൻ്റെ മറ്റുള്ള ഒരു കാര്യങ്ങളൊന്നും അറിയാത്തൊരു ആൾ തന്നെയാണ് കേട്ടോ ഞാൻ. ചിലപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ. പക്ഷെ ഞാനൊന്നും അങ്ങനെ അനുഭവിച്ചില്ല. കാരണം എനിക്ക് എൻ്റെ ചേട്ടന്മാർ, അച്ഛൻ ജോലിക്ക് പോകണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. എൻ്റെ കുറച്ച് ഞാൻ പ്രായം എനിക്ക് ഓർമ്മ വെച്ച ശേഷം അച്ഛനൊന്നും ജോലിക്ക് പോയിട്ടില്ല. എല്ലാവരും ജോലിയൊക്കെ ഇട്ടാണ്. പിന്നെ ചേട്ടന്മാരാണ് സത്യം പറഞ്ഞ ചേട്ടന്മാരെ എന്നെ വളർത്തിയത്.
അതാണ് ചേട്ടന്മാരാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. യാ. അപ്പോൾ അപ്പൊ അവിടെ വെച്ച് കത്ത് കിട്ടിയല്ലേ? ആ കത്ത് അപ്പോൾ എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി ഉറക്കമില്ലാണ്ടായി. കാരണം വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അച്ഛൻ അസുഖമായിട്ട് കിടക്കുന്നു, ആകെ സീരിയസ് ആയിട്ട് കിടക്കുന്നു. ഞാനിവിടെ കൂട്ടുകാരത്ത് കറങ്ങി നടക്കുന്നു, പല സ്ഥലങ്ങളിൽ പോകുന്നു, ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഒരു 10 മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫ്രീ ഉണ്ടെങ്കിൽ ഞങ്ങൾ കറങ്ങി നടക്കും. ഞാനും എൻ്റെ ഒരു ഇൻ്റിമേറ്റ് സുഹൃത്തുണ്ടായി, നമ്മളെ നാട്ടിൽ മുപ്പിളിയത്തോലാണ്. അവനും ഞാനും കൂടി കറങ്ങി നടക്കും. 10 മിനിറ്റ് കിട്ടിയാൽ മതി, ഞങ്ങൾ കറങ്ങി നടക്കും. അപ്പം അത്ര എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡായാലും ഒക്കെ നല്ല ഫുഡൊക്കെ അടിച്ച് നടക്കുമായിരുന്നേ. അപ്പോൾ ഞാനതൊക്കെ ഓർത്തു, അയ്യോ അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ ദുഃഖത്തിലാഴ്ന്ന് കിടക്കുന്നു, അച്ഛൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ എല്ലാവരും വ്രതശുദ്ധിയോടുകൂടി എല്ലാവരും നിൽക്കുന്നു. ഞാൻ ഇവിടെ ഈ നോൺ വെജൊക്കെ കഴിച്ച് അതൊക്കെ ഇങ്ങനെ ഓർത്ത് ഓരോ ദിവസം ചെല്ലും തോറും ടെൻഷൻ കൂടിയൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ കൂട്ടുകാരും പിന്നെ അവിടുത്തെ ഉള്ള മറ്റു സുഹൃത്തുക്കളും എല്ലാവരും മറ്റുള്ള എന്താണ് തലയിരിക്കും എന്താണ് അവിടെ എന്തെങ്കിലും ഒരു കല്ല് ഒരു ഉടുപ്പിൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എനിക്കുന്ന പിന്നെ അത് വെച്ച് പൊളിച്ച് ഇങ്ങനെ അതെടുത്ത് വലിച്ചെറിഞ്ഞ് കളയണ ഒരു സമാനം ഉണ്ടാവില്ല. അത് കളയും. ഒരു തിരുക്കോളം ഇത് വന്നാൽ മതി. ഒരു ഉടുപ്പിൻ്റെ കമ്പിളിലൂടെ മുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. മുത്ത് കമ്പിളിട്ട് എന്തില്ല കട്ട മുത്ത്, കുഞ്ഞു മുത്ത്. അത് ഒരെണ്ണം വിട്ട് നിന്ന് അതിങ്ങനെ പൊട്ടിച്ച് എന്നുവെച്ചാൽ അതേപോലെ പൊട്ടിക്കുന്നത്. അപ്പം അങ്ങനെ അന്ന് ആയ ഇതിൽ നിന്ന് അതാണ് ഞാൻ പറയുന്നത്, ഇതേപോലത്തെ ഒരു അനുഭവം മറ്റാർക്കും വരാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയാണത്. ആർക്കും വരുത്തരുത്, ശത്രുക്കൾക്ക് പോലും അങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തരുത്, അതാണ്. പിന്നെ അങ്ങനെ അവിടെ ഒരു 10 മാസമൊക്കെ നിന്നോളൂ കേട്ടോ. 10 മാസം നിന്നോളൂ. 10 മാസം നിന്ന് അവിടെ നിന്ന് പോന്നു. ഞാനവിടെ ഒരു മച്ചിലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത് കേട്ടോ. ചിലപ്പോൾ ആൻഡമാനിൽ ഉള്ള ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ മച്ചിലൈൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പുരോഗമനമായിട്ടുണ്ട്. ഞാൻ മച്ചില വെച്ചാൽ അവിടെ ഫസ്റ്റ് ഞങ്ങൾ അവിടെ ആയിരുന്നു വന്നത്. അവിടെ ഒരു മലയാളിയുടെ തന്നെ ഒരു അല്ല വർക്ക്ഷോപ്പ് അല്ല ആ വീടും വർക്ക്ഷോപ്പും കൂടിയാ മലയാളിയുടെ ആണ് ആയ ഷോപ്പ്. അവരെ നമ്മൾ എടുത്ത വാടകയ്ക്ക് എടുത്ത് ഇതൊക്കെ ആക്കിയതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറി ടൗണിലേക്കായിട്ട് തന്നെ വന്നു, പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തോട്ടായിട്ട് അവിടെ വന്നു. സ്ഥലത്തിൻ്റെ പേര് തന്നെ പറഞ്ഞത് പോർട്ട് ബ്ലെയർ ആണ്, പക്ഷെ അതിൻ്റെ സ്ഥലത്തിന് മാത്രം ഒരു പേരുണ്ടായിരുന്നു. അതൊക്കെ മറന്നു, എത്ര വർഷമായി ഓർത്ത് കിട്ടുന്നില്ല എനിക്ക് ചില കാര്യങ്ങളൊന്നും ഓർത്ത്. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയില്ല. നല്ല എന്താണ് കടലിലൊക്കെ പറയാം, നല്ല ശാന്തതായിട്ടുള്ള കടലുണ്ട്, തെളിഞ്ഞ് കിടക്കും. നമുക്ക് നീല കളർ നമുക്ക് ഇങ്ങനെ നടന്ന് കണ്ടല്ലേ. അവിടെയൊക്കെ ഇങ്ങനെ പോകും ഞങ്ങൾ. ഞങ്ങളവിടെ കറങ്ങിയിട്ടുണ്ട്, കറങ്ങാത്ത സ്ഥലങ്ങളൊന്നുമില്ല, ഒരുപാട് സ്ഥലത്ത്. ഈ ചിപ്പികളൊക്കെ കാണാൻ പറ്റും, ഒരുപാട് ചിപ്പികളൊക്കെ ഇങ്ങനെ നോക്കിയാൽ കാണാം. കടലിൽ കൂടെ നടന്നു പോകുമ്പോൾ ചിപ്പികളൊക്കെ ഇങ്ങനെ പല ചിപ്പികൾ ഈ കാണാം. അതൊക്കെ നല്ല ഇതൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ ഒരു 5-10 മാസം നിന്നുള്ളൂ കേട്ടോ. അവിടെ 10-11 മാസത്തെ നിന്നുള്ളൂ. അവിടെ നിന്ന് പിന്നെ ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാണെന്നറിയോ, കേട്ടല്ലേ. ആ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയില്ല. അതിൻ്റെ പേര് ബൈ.